ഒരിക്കലും ജയിൽ ചാടാനാകാത്തൊരു ജയിലിൽ നിന്നും 3 തടവ് പുള്ളികൾ പൊടുന്നനെ അപ്രത്യക്ഷരാകുന്നു. അവരുടെ സെല്ലുകൾ പരിശോധിച്ചപ്പോൾ അവരുടെ തലയുടെ രൂപത്തിലുള്ള 3 പ്രതിമകൾ മാത്രമായിരുന്നു പോലീസുകാർക്ക് കണ്ടെത്താനായത്. മാത്രമല്ല, അവരുടെ സഹതടവുകാരനായ അലൻ വെസ്റ്റിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളായിരുന്നു പോലീസുകാർക്ക് കേൾക്കാനായത്. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അമേരിക്കയിലെ കൊടും കുറ്റവാളികളെ താമസിപ്പിച്ചിരുന്ന അൽക്കട്രാസ് ജയിലിൻ്റെ അകത്തളങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു AFWORLD. AFLU here. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഉസ്ത്ര ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ. സാധാരണ ഒരു ഹെയർ ഓയിലിൽ നമ്മൾ നോക്കുമ്പോൾ 2-3 ന്യൂട്രിയൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഈ ഉസ്ത്രയുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് വൈറ്റലൈസറിൽ മൊത്തത്തിൽ 33 ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുടി നന്നായി വളരാനും മുടി കൊഴിച്ചിൽ കുറക്കാനും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഉപയോഗിക്കാനും വളരെയധികം സുഖമാണ്. കയ്യിലേക്ക് കുറച്ചെടുക്കുക, തലയിൽ മുടിയിൽ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള റിഡൻസയിൽ ഹെയർ ഗ്രോത്ത് കൂട്ടുമെന്നും സോപ്പൾമറ്റോ മുടി കൊഴിച്ചിൽ തടയുമെന്നും ഒമേഗ 3 and 6 മുടിയുടെ റൂട്ടുകളുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്നും സയന്റിഫിക്കലി തന്നെ പ്രൂവൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഉസ്ത്രയുടെ വെബ്സൈറ്റ് വഴി കയറുമ്പോൾ AFLU 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. 2013 സാൻ ഫ്രാൻസിസ്കോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് ലഭിക്കുന്നു. ഞാൻ അൽക്കട്രാസ് ജയിലിൽ താമസിച്ചിരുന്ന ആംഗ്ലിൻ സഹോദരന്മാരിൽ ഒരാളായ ജോൺ ആംഗ്ലിൻ ആണ്. ഞാൻ അൽക്കട്രാസ് ജയിൽ ചാടിക്കടന്നിട്ട് ഇന്നേക്ക് 50 വർഷം പൂർത്തിയായിരിക്കുന്നു എന്ന് തുടങ്ങുന്നതായിരുന്നു ആ ഒരു കത്ത്. കത്ത് കിട്ടിയ ഉടനെ തന്നെ പോലീസുകാർ ഒന്നടങ്കം അമ്പരക്കുകയാണ്. ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് തന്നെയായിരുന്നു അൽക്കട്രാസ് പ്രിസൺ എസ്കേപ്പ് വലിയ രീതിയിൽ തന്നെ പത്രശ്രവ്യ മാധ്യമങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചത്. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ അൽക്കട്രാസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയിലെ തന്നെ ഏറ്റവും അധികം സുരക്ഷിതമായ ഒരു ജയിലാണ് അൽക്കട്രാസ് ജയിൽ എന്ന് പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ കുറ്റങ്ങൾ ചെയ്തിരുന്ന ജയിൽ ചാട്ടങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്ന ആളുകളെയെല്ലാം കൊണ്ടുചെന്ന് പാർപ്പിച്ചിരുന്നത് അൽക്കട്രാസ് ജയിലിനകത്തായിരുന്നു. ഈ ഒരു ജയിലിനെ കുറിച്ച് വിശദമായി നോക്കുമ്പോൾ 24 മണിക്കൂറും ആയുധങ്ങൾ എന്തി പോലീസുകാർ ആ ജയിലിനകത്ത് റോന്തു ചുറ്റുമായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ച് അൽക്കട്രാസ് ജയിലിന്റെ മതിലുകൾ ചാടിക്കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു തടവുള്ളിലേക്ക് നേരിടേണ്ടി വരുന്നത് വളരെ വലിയ ഉയരത്തിൽ ശക്തമായി ആഞ്ഞടിക്കുന്ന തിരമാലകളുള്ള കടലിനെയാണ്. മാത്രവുമല്ല, സ്രാവുകളുടെ സാന്നിധ്യവും ആ ഒരു കടലിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത കരയിലേക്ക് എത്തണമെങ്കിൽ പോലും 2.5 കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിക്കണമെന്നതും ഓരോ തടവ് പുള്ളിയെയും അൽക്കട്രാസ് ജയിലിൽ നിന്നും രക്ഷപ്പെടുന്ന കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ തടഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പോലീസിന്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു അൽക്കട്രാസ് ജയിൽ എന്ന് പറയുന്നത്. എന്നാൽ 1962 ജൂൺ 12-ാം തീയതി കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ്. ജയിൽ പുള്ളികൾക്ക് എഴുന്നേക്കാനുള്ള സൈറൻ മുഴങ്ങിയിട്ട് പോലും 2 ജയിലുകളിൽ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നില്ല. അവരുടെ സെല്ലുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ ബെഡിൽ പുതപ്പിനടിയിൽ അവരുടേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള തലയുടെ 3 പ്രതിമകൾ മാത്രമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർക്ക് യാതൊരുവിധ എത്തും പിടിയുമില്ലായിരുന്നു. അവർ കൂടുതലായി ആ സെല്ലുകൾ അരിച്ചു പെറുക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് വാഷ് ബേസിന് തൊട്ട് താഴെയുള്ള വെന്റിലേറ്റർ ആരോ ഇളക്കി മാറ്റിയിരിക്കുന്നു. പകരം അവിടെ വെച്ചിരിക്കുന്നത് കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിച്ചൊരു ഡമ്മി ആയിട്ടുള്ള വെന്റിലേറ്റർ മാത്രമാണ്. പോലീസുകാർ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാൻ ആരംഭിച്ചു. ആദ്യം തന്നെ പോലീസുകാർ ചെയ്തത് സമാനമായ രീതിയിൽ തന്നെ വാഷ് ബേസിന് താഴെയുള്ള വെന്റിലേറ്റർ മറ്റേതെങ്കിലും സെല്ലിൽ ഇളക്കി മാറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നതായിരുന്നു. അതിനടിസ്ഥാനത്തിൽ അലൻ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു തടവ് പുള്ളിയുടെ സെല്ലിലും സമാനമായ രീതിയിൽ വെന്റിലേറ്റർ ഇളക്കി മാറ്റി ആ ഭാഗം കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിച്ച ഫേക്കായിട്ട് ഡമ്മിയായിട്ട് നിർമ്മിച്ച ഒരു വെന്റിലേറ്റർ ഉപയോഗിച്ച് അടച്ചു വെച്ചത് പോലീസുകാർക്ക് കണ്ടെത്താനായി. പോലീസുകാർ അലൻ വെസ്റ്റിനെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളായിരുന്നു പോലീസുകാർക്ക് അലൻ വെസ്റ്റിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. 4 ആളുകൾ ചേർന്നായിരുന്നു അൽക്കട്രാസ് ജയിലിൽ നിന്നും ജയിൽ ചാടാൻ ആരംഭിച്ചത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അലൻ വെസ്റ്റ് തന്നെയാണ്. രണ്ടാമതും മൂന്നാമതുമായിട്ട് വരുന്നത് ആംഗ്ലിൻ സഹോദരന്മാരായ ക്ലാരൻസ് ആംഗ്ലിനും ജോൺ ആംഗ്ലിനുമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുഖ്യ സൂത്രധാരനായിട്ട് വരുന്നത് ഫ്രാങ്ക് മോറിസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു.
ഫ്രാങ്ക് മോറിസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 13ാമത്തെ വയസ്സിൽ തന്നെ കുറ്റകൃത്യങ്ങൾ അയാൾ ആരംഭിച്ചിരുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് അയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ തീവ്രതയും കൂടിക്കൂടി വന്നു. അവസാനം ഒരു ബാങ്ക് റോബറിക്കിടെയാണ് ഫ്രാങ്ക് മോറിസ് പിടിക്കപ്പെടുന്നതും അമേരിക്കയിലുള്ള അങ്കോള ജയിലിലേക്ക് അയാളെ പറഞ്ഞയക്കപ്പെടുന്നതും. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്കോള ജയിലിൻ്റെ മുഴുവൻ സുരക്ഷയും ഭേദിച്ചുകൊണ്ട് അവിടെ നിന്നും അയാൾ ജയിൽ ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം പോലീസുകാർ ഫ്രാങ്ക് മോറിസിനെ വീണ്ടും പിടിക്കുകയും അമേരിക്കയിലെ തന്നെ ഏറ്റവും അധികം സുരക്ഷിതമാർന്ന അമേരിക്കൻ പോലീസിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള അൽക്കട്രാസ് ജയിലിലേക്ക് ഫ്രാങ്ക് മോറിസിനെ പറഞ്ഞയക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആംഗ്ലിൻ സഹോദരന്മാരെ കുറിച്ച് നോക്കുമ്പോൾ അവർ തോക്ക് ചൂണ്ടി കൊള്ളകൾ മറ്റും നടത്തിയിരുന്ന ആളുകളായിരുന്നു. പക്ഷെ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയാർന്ന ഒരു കാര്യം, ഒരിക്കലും അവർ ഒറിജിനൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള തോക്കുകളായിരുന്നില്ല ആളുകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൊള്ളകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നതാണ്. ഒരു കാരണവശാലും അവരുടെ ഇരകൾക്ക് അപകടം സംഭവിക്കരുത് എന്നൊരു കാര്യത്തിന്റെ മേലായിരുന്നു ആംഗ്ലിൻ സഹോദരന്മാർ ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നത്. ഇവരെയും ഏറ്റവും അവസാനമായിട്ട് പിടിക്കുന്നത് ഒരു ബാങ്ക് റോബറി ചെയ്യുന്നതിനിടയിലായിരുന്നു. അവിടെയും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ബാങ്ക് റോബറിയിൽ ആളുകളെ മുഴുവൻ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടും ആംഗ്ലിൻ സഹോദരന്മാർ ഉപയോഗിച്ചിരുന്നത് കളിത്തോക്കുകളായിരുന്നു എന്നതാണ്. ഇനി അലൻ വെസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില കാർ മോഷണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു അലൻ വെസ്റ്റ് അൽക്കട്രാസ് ജയിലിൽ എത്തിച്ചേരുന്നത്. ഒരിക്കൽ ഈ 3 പേർക്കും ഫ്രാങ്ക് മോറിസ് ജയിൽ ചാടാനുള്ള തന്റെ പദ്ധതി വിശദീകരിച്ച് നൽകുകയാണ്. സെല്ലിലെ വാഷ് ബേസിന് തൊട്ട് താഴെയുള്ള വെന്റിലേറ്റർ ഇളക്കി മാറ്റി അതിന്റെ ഹോൾ കുറച്ചുകൂടെ വലുതാക്കിയതിനു ശേഷം അതിലൂടെ പുറത്തു ചാടുന്നു. എത്തിച്ചേരുന്നത് ജയിലിന് പുറകിലുള്ള ഇടനാഴിയിലായിരിക്കും. അവിടെയുള്ള പൈപ്പുകൾ വഴി ജയിലിന് മുകളിലേക്ക് കയറുകയും ഗാർഡുകളുടെ മുഴുവൻ കണ്ണു വെട്ടിച്ചുകൊണ്ട് അവിടെയുള്ള പൈപ്പുകളിലൂടെ താഴോട്ട് ഊർന്നിറങ്ങി മതിൽ ചാടി കടലിനടുത്തേക്ക് എത്തുകയും കയ്യിൽ കരുതിയിട്ടുള്ള ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുക എന്നതായിരുന്നു ഫ്രാങ്ക് മോറിസ് മറ്റു 3 പേർക്കും വിശദീകരിച്ച് നൽകിയ അദ്ദേഹത്തിന്റെ പദ്ധതി. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ് എങ്കിൽ പോലും ഇത് നടപ്പിലാക്കുക വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുവേണ്ടി ആദ്യം തന്നെ അവർ ചെയ്തത് കാർപ്പൻ്റർ വർക്ക്ഷോപ്പിൽ ചെന്നുകൊണ്ട് കാർബോർഡിൽ വെന്റിലേറ്ററിന്റെ ഒരു കൃത്രിമമായിട്ടുള്ള രൂപം നിർമ്മിക്കുക എന്നതായിരുന്നു. എന്തിനാണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിലവിലുള്ള വെന്റിലേറ്റർ എടുത്ത് മാറ്റി അവിടെ ഹോള് വലുതാക്കുന്നതോട് കൂടിയിട്ട് തന്നെ പുറത്ത് റോന്ത് ചുറ്റുന്ന ഗാർഡുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ പിടിക്കപ്പെടും. ഈ ഒരു കാര്യം കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വെന്റിലേറ്റർ അവിടെ കൊണ്ടുചെന്ന് വെക്കുന്നതോട് കൂടിയിട്ട് ഇല്ലാതാകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് എന്നോണം അവർ കൃത്രിമമായിട്ടുള്ള ഒരു വെന്റിലേറ്റർ കാർബോർഡിൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു പരിപാടി അവർ ചെയ്തത് മെസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്പൂണുകൾ കളക്ട് ചെയ്യുക എന്നതായിരുന്നു. അതിനുശേഷം അവർ ചെയ്തത് നിലവിലുള്ള വെന്റിലേറ്ററിന്റെ അരികുകൾ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് അടർത്തിയെടുക്കുക എന്നതായിരുന്നു. അത്തരത്തിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ വെന്റിലേറ്റർ മാറ്റാനും അതിന്റെ ഹോൾ കുറച്ചുകൂടെ വലുതാക്കാനും ഒക്കെ തടവ് പുള്ളികൾക്ക് സാധിച്ചു. ഇപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവരിത് തുറക്കുന്ന അവസരത്തിൽ അതിന്റെ ശബ്ദം പുറത്തുള്ള ഗാർഡുകൾക്ക് കേൾക്കില്ല എന്നതായിരിക്കും. അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു പോംവഴി കൂടെ ഈ തടവ് പുള്ളികൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു നിശ്ചിത സമയത്ത് ജയിലിൽ പാട്ട് വെക്കുമായിരുന്നു. ഈ ഒരു അവസരത്തിലായിരുന്നു അവർ തങ്ങളുടെ തുറക്കൽ പരിപാടികൾ മുഴുവനായിട്ടും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം അവർ ചിന്തിച്ച മറ്റൊരു കാര്യം, ഈ ഒരു ഹോളിനകത്തുകൂടെ ഇവർ പുറത്ത് കടന്നു കഴിഞ്ഞാൽ പുറത്ത് റോന്ത് ചുറ്റുന്ന ഒരു പോലീസുകാരൻ, ഒരു ഗാർഡ് വന്ന് നോക്കിയാൽ ഒരു കാരണവശാലും ജയിലിനകത്ത് ആരെയും കാണില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണം ആരംഭിക്കുകയും അതുമൂലം തന്നെ രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സമയം ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ തടവുപുള്ളികൾ പെട്ടെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. ഇതിനുള്ളൊരു പോംവഴിയായിരുന്നു അടുത്തതായിട്ട് ഇവർക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. അതിനുള്ളൊരു വഴിയും ഫ്രാങ്ക് മോറിസ് എന്ന് പറയുന്ന അതിസമർത്ഥനായിട്ടുള്ള തടവ് പുള്ളി തന്നെ കണ്ടെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോയ്ലറ്റ് പേപ്പറും അതുപോലെ തന്നെ പേസ്റ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തന്നെ തലയൊട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ തലയുടെ ഒരു രൂപം അവരുണ്ടാക്കി. ശേഷം ബാർബർ ഷോപ്പിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള അവരുടെ മുടിയുടേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അതോട് സമാനമായിട്ടുള്ള മുടികൾ ഈ ഒരു രൂപത്തിൻ്റെ തലയിലും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ബെഡിൽ ഈ ഒരു രൂപം വെച്ച് അതിന് മുകളിൽ ഒരു പുതപ്പിട്ടതിന് ശേഷം ഹോൾ വഴി രക്ഷപ്പെടാമെന്നൊരു തീരുമാനത്തിലേക്ക് ഇവരെല്ലാവരും എത്തിച്ചേർന്നു. ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ പുറത്ത് റോന്ത് ചുറ്റുന്ന ഒരു പോലീസുകാരൻ വന്ന് നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് ആ ഒരു പുതപ്പിനകത്ത് ഒരു വ്യക്തി ഉണ്ട് എന്ന രീതിയിൽ മാത്രമായിരിക്കും അയാൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തടവ് പുള്ളികൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സമയം അവിടെ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ടുള്ള ഒരു കടമ്പ ഇവർക്ക് ചെയ്യേണ്ട
ചെയ്യേണ്ട ഒരു കാര്യം കടലിലൂടെ രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള ഒരു ബോട്ട് നിർമ്മിക്കുക എന്നതായിരുന്നു. അതിനവർ തിരഞ്ഞെടുത്ത ഒരു പരിപാടി പോലീസുകാരുടെ ഗാർഡുമാരുടെ റെയിൻ കോട്ടുകൾ മോഷ്ടിക്കുക എന്നതായിരുന്നു. അതിനടിസ്ഥാനത്തിൽ തന്നെ ഓരോ ദിവസം രാത്രിയിലും തങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള തലയുടെ പ്രതിമ ബെഡിൽ കൊണ്ടുവന്ന് വെച്ച് പുതപ്പിട്ട് മൂടിയതിനു ശേഷം ഒരു ഹോളിലൂടെ എല്ലാവരും പുറത്തിറങ്ങി ആ ഒരു ജയിലിന്റെ മുകളിലേക്ക് പൈപ്പിലൂടെ വലിഞ്ഞു കയറി മുകളിലെത്തിയിട്ട് ഈ ഒരു റെയിൻ കോട്ട് ഉപയോഗിച്ച് തുന്നി ചേർത്ത് ഒരു ബോട്ട് നിർമ്മിക്കുക എന്നതായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 50ഓളം റെയിൻ കോട്ടുകൾ വെച്ച് 6 അടി നീളവും 14 അടി വീതിയുമുള്ള വലിയൊരു ബോട്ട് നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ അവസാനം അവർ പറഞ്ഞുറപ്പിച്ച തീയതി വരികയാണ് 1962 ജൂൺ 11 രാത്രി 10:30. പറഞ്ഞ സമയത്ത് തന്നെ ഫ്രാങ്ക് മോറിസും ആംഗ്ലിൻ സഹോദരന്മാരും പൈപ്പ് വഴി വലിഞ്ഞു കയറി ജയിലിന് മുകൾ ഭാഗത്തെത്തി. എന്നാൽ ആ സമയത്തൊരിക്കലും അലൻ വെസ്റ്റ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ സെല്ലിൽ ഗാർഡുമാർ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടും കൃത്രിമമായിട്ട് നിർമ്മിച്ച വെന്റിലേറ്റർ പെട്ടെന്ന് എടുത്തു മാറ്റാൻ അയാൾക്ക് സാധിച്ചില്ല എന്നതുകൊണ്ടുമായിരുന്നു പറഞ്ഞ സമയത്ത് അലൻ വെസ്റ്റിന് അവിടെ എത്താൻ സാധിക്കാതിരുന്നത്. ഏതാനും നിമിഷങ്ങൾ അവിടെ കാത്തു നിന്ന് സമയത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ മറ്റു 3 പേരും അലൻ വെസ്റ്റിനെ കൂട്ടാതെ പോലീസുകാരുടെ മുഴുവൻ കണ്ണു വെട്ടിച്ചുകൊണ്ട് ജയിൽ ചാടിക്കടന്ന് കടലിനടുത്തെത്തുകയും കയ്യിൽ കരുതിയിട്ടുള്ള റെയിൻ കോട്ടുകൾ തുന്നിച്ചേർത്ത് നിർമ്മിച്ച ബോട്ട് അവർ വീർപ്പിച്ചതിന് ശേഷം അതിൽ കയറി കടലിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു അവസരത്തിൽ വെന്റിലേറ്റർ ദ്വാരത്തിലൂടെ പുറത്തു കിടക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അലൻ വെസ്റ്റ് ജയിലിൽ തന്നെ കിടക്കേണ്ട അവസ്ഥയായി. ഇത്രയും കാര്യങ്ങളാണ് അലൻ വെസ്റ്റിന്റെ വാക്കുകളിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. ഈ ഒരു ബോട്ടിൽ കയറി കടലിലൂടെ രക്ഷപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ വിവരങ്ങളും ഈ ഒരു തടവ് പുള്ളികളെ കുറിച്ച് പോലീസുകാർക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. പോലീസുകാർ അവസാനം എത്തിച്ചേർന്ന ഒരു നിഗമനം ഈ ഒരു കടലിലൂടെ രക്ഷപ്പെടുന്നതിനിടയിൽ ബോട്ട് തകർന്നുകൊണ്ട് ഈ ഒരു കള്ളന്മാർ അല്ലെങ്കിൽ ഈ ഒരു തടവ് പുള്ളികൾ മുഴുവനും കടലിൽ മുങ്ങി മരിച്ചു കാണും എന്നതായിരുന്നു. എന്നാൽ ആരുടെയും ഡെഡ് ബോഡികൾ പോലീസുകാർക്ക് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. മാത്രവുമല്ല 1962 ജൂൺ 11 രാത്രിയിൽ 3 ആളുകളുമായി ഒരു ബോട്ട് കരയിലേക്ക് അടുക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മക്ക് എല്ലാ വർഷത്തിലെയും മദേഴ്സ് ഡേയുടെ അന്ന് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ലഭിക്കാറുണ്ട്. ആരാണ് അയച്ചതെന്നൊന്നും യാതൊരുവിധ പിടിയുമില്ലാത്ത അജ്ഞാതമായിട്ടുള്ള ഗിഫ്റ്റുകൾ ലഭിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആംഗ്ലിൻ സഹോദരന്മാരുടെ അച്ഛനും അമ്മയും മരിച്ച അവസരത്തിലും പരിചയമില്ലാത്ത 2 ആളുകൾ അവരുടെ എല്ലാവിധ പരിപാടികളിലും പങ്കെടുത്തിരുന്നുവെന്നും അവർ ഭയങ്കരമായിട്ടുള്ള വിഷമം പ്രകടിപ്പിച്ചിരുന്നു, സങ്കടം പ്രകടിപ്പിച്ചിരുന്നു എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 2013 ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു കേസിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന കത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അത് ആംഗ്ലിൻ സഹോദരന്മാരിൽ പെട്ടിട്ടുള്ള ജോൺ ആംഗ്ലിൻ എഴുതിയതാണെന്ന പേരിലായിരുന്നു കത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു: എനിക്കിപ്പോൾ 83 വയസ്സുണ്ട്, അതോടുകൂടെ ഞാൻ ക്യാൻസർ രോഗിയാണ്, ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണ്, എന്നാൽ എൻ്റെ എല്ലാ വിധത്തിലുള്ള ചിലവുകളും സർക്കാർ വഹിക്കണമെന്ന രീതിയിലായിരുന്നു ആ ഒരു കത്തുണ്ടായിരുന്നത്. കത്ത് ലഭിച്ച ഉടനെ തന്നെ പോലീസുകാർ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ കൈയക്ഷരമെല്ലാം മാച്ച് ചെയ്ത് നോക്കിയ അവസരത്തിൽ അൽക്കട്രാസിൽ നിന്നും ജയിൽ ചാടി പോയിട്ടുണ്ടായിരുന്ന ജോൺ ആംഗ്ലിന്റെ കൈയക്ഷരവുമായിട്ട് ചെറിയ രീതിയിലുള്ള സാമ്യതകളെല്ലാം പോലീസുകാർക്ക് കണ്ടെത്താനായി. എങ്കിലും ഇത് ജോൺ ആംഗ്ലിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരിക്കലും ഇന്നേ വരെ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഒരു കേസ് അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസുകാർ ഇന്നും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിൽ നിന്നും യഥാർത്ഥത്തിൽ ഈ ഒരു തടവ് പുള്ളികൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് കാണുമോ അതോ രക്ഷപ്പെടുന്നതിനിടയിൽ കടലിൽ മുങ്ങി മരിച്ചു കാണുമോ എന്നതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ്റ്റോടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാടധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് അൽക്കട്രാസ് പ്രിസൺ എസ്കേപ്പ് എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ മലയാളത്തിൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.